ശരി, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വലിയ ചുടുകാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നാം കാണുന്നത് എന്നാണ്. ഇപ്പോൾ അതെ, വലിയ ചുടുകാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെയാണ് VSന്റെ ഭൗതിക ശരീരം അല്പസമയത്തിനകം എത്തിക്കുക. നാം കാണുന്നത് VSന്റെ ഭാര്യയും മകളും അവിടെ ഇരിക്കുന്നതാണ്. ആഞ്ചലോസുമുണ്ട് പിന്നിൽ. മുഖ്യമന്ത്രി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം അവിടെ ഇതിനോടകം എത്തിക്കഴിഞ്ഞിട്ടുമുണ്ട്. പി ഗീത, MG രാധാകൃഷ്ണൻ എന്നിവരും തുടരുന്നുണ്ട്. ഗീത ടീച്ചർ, ഈ ഒരു നേതാവിൻ്റെ മുന്നിൽ ജനം മുഖാമുഖം വന്ന് നിൽക്കും എന്ന ഓർമ്മപ്പെടുത്തലാണോ ഇന്നത്തെ ദിവസവും രാഷ്ട്രീയ കേരളത്തോട് ചൂണ്ടിക്കാട്ടുന്നത്? അതായത് നിങ്ങൾ ആർക്കു വേണ്ടി പ്രവർത്തിച്ചു, നിങ്ങൾ എങ്ങനെ പ്രവർത്തിച്ചു, അതെല്ലാം ഒന്നുകിൽ നിങ്ങളുടെ മുഖാമുഖം ജനം വന്ന് നിന്ന് ഐക്യപ്പെടും, അല്ലെങ്കിൽ നിങ്ങളോട് മുഖം തിരിഞ്ഞ് നിന്ന് വിയോജിക്കും. അങ്ങനെ ഒരു സന്ദേശം ഈ കൂടിച്ചേരലുകളിലുണ്ടോ? ആദ്യം തന്നെ അദ്ദേഹത്തിന് ഹൃദയപൂർവ്വമുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കണ്ണേ കരളെ VSA, ആദരാഞ്ജലികൾ, ആദരാഞ്ജലികൾ, ആദരാഞ്ജലികൾ. എനിക്ക് തോന്നുന്നത് VS എന്നുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതത്തിൽ 2 ഘട്ടങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ്. 2 കമ്മ്യൂണിസ്റ്റ് ഘട്ടങ്ങൾ, 2 കമ്മ്യൂണിസ്റ്റ് സാധ്യതകൾ എന്ന് തന്നെ ഞാൻ അതിനെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നു. ആദ്യത്തേത് ഒരല്പം ഷാഠ്യങ്ങളുള്ള ഒരു സെക്രട്ടറി, അച്ചടക്കം, ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പൊതുവെ നമ്മൾ വിചാരിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ വഴക്കമില്ലായ്മ, അതെല്ലാം ചേർന്നിട്ടുള്ള ഒരു മുരടൻ എന്ന് പ്രത്യക്ഷത്തിൽ തോന്നാവുന്ന ആദ്യഘട്ടം. രണ്ടാമത്തെ ഘട്ടം നല്ല വഴക്കമുള്ള, ജനങ്ങളോട് ഇടപെടുന്ന, എല്ലാ പോസ്റ്റ് മോഡേൺ പ്രശ്നങ്ങളിലും സ്വത്ത് പ്രതിസന്ധികളിലും ജനങ്ങളുടെ സ്വത്ത് പ്രതിസന്ധികളുടെയും ഒക്കെ എല്ലാം അഡ്രസ്സ് ചെയ്യുന്ന അതിനുശേഷമുള്ള ഒരു ഘട്ടം. ആ കമ്മ്യൂണിസ്റ്റിലേക്കുള്ള വളർച്ചയും ആ കമ്മ്യൂണിസ്റ്റിനെയുമാണ് നമ്മൾ ഈ തരത്തിൽ യാത്രയാക്കിയത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ആ ജനസംഖ്യയിൽ വേണു അത് തിരുത്തണം, പുരുഷാരം എന്നുള്ള വാക്ക് തിരുത്തണം. അതിലേറെയും സ്ത്രീകളും ചെറുപ്പക്കാരുമായിരുന്നു. ധാരാളം സ്ത്രീകൾ, ഒരു സ്ത്രീ നടന്നു പോകുന്നത് വരെ നമ്മൾ കാണുന്നുണ്ട്. വയസ്സായ സ്ത്രീകൾ, ചെറുപ്പക്കാരികളായ സ്ത്രീകൾ, അമ്മമാരായ സ്ത്രീകൾ, പല വിഭാഗങ്ങളിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ അതിൻ്റെ വലിയൊരു പങ്കാളിത്തം വഹിച്ചു. അത് പുരുഷന്മാരുടെ ഒരു ആരവമായിരുന്നില്ല. പിന്നെ അതോടൊപ്പം തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മളിപ്പോൾ വലിയ നിരാശയോട് കൂടിയിട്ടൊക്കെ ചർച്ച നടത്താറുണ്ട്. ഇപ്പോൾ ചെറുപ്പക്കാർക്കൊന്നും രാഷ്ട്രീയമില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ VSന്റെ ഭൗതിക ശരീരം അവസാന നോക്ക് കാണാനായി ഒത്തുകൂടിയവരിൽ അവരത് കണ്ടുവോ ഇല്ലയോ എന്നുള്ളതല്ല, അത് രണ്ടാമത്തെ വിഷയം മാത്രമാണ്. അതിലേക്ക് തങ്ങളെ കൂടി കോൺട്രിബ്യൂട്ട് ചെയ്തവരിൽ വലിയൊരു പെർസെൻറ്റേജ് ചെറുപ്പക്കാരായിരുന്നു. അതായത് യുവത്വത്തിൻ്റെ രാഷ്ട്രീയത്തെ VS അഡ്രസ്സ് ചെയ്തിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ അവരുടെ മുമ്പിലുള്ള അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറയുന്നതിനോടുള്ള അത് വലതുപക്ഷങ്ങൾ പറയുന്നതാണ് എന്നും അത്തരത്തിലുള്ള ചില വിയോജിപ്പുകൾ വന്നു, അങ്ങനെയുള്ള ചില പ്രയോഗങ്ങൾ വന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ആദർശാത്മകവും അതേ സമയത്ത് തന്നെ ഈ ആദർശത്തെ കണ്ടംപററി ആയിരിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ശേഷിയുമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ എങ്ങനെയാണ് പുതിയ തലമുറ ആദരിക്കുന്നത്, എങ്ങനെയാണ് സ്വത്ത് പ്രതിസന്ധിയുള്ള സ്ത്രീകളെ പോലെയുള്ള ഒരു സ്വത്ത് വിഭാഗം ആദരിക്കുന്നത് എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ വിലാപയാത്ര എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം ഈ വർഗ സമരത്തിലൂടെ പരിഹരിക്കപ്പെടാവുന്നതാണ് ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും എന്ന് നമുക്ക് എന്തെങ്കിലും പ്രശ്നം പറയുമ്പോഴൊക്കെ ക്ലാസ് എടുത്ത് മടുപ്പിച്ച് നമ്മളെ ഓടിച്ചു കളഞ്ഞിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് വ്യത്യസ്തനായിക്കൊണ്ട് കേരളത്തിലെ സ്ത്രീ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിൽ വലിയൊരു റോള് വഹിച്ച, ഒരേ ഒരു റോള് വഹിച്ചിട്ടുള്ള നേതാവാണ് VS അച്യുതാനന്ദൻ. അത് അദ്ദേഹം വിതുര കേസിലാണെങ്കിലും അതെൻ്റെ വളരെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളിൽ അതുണ്ട്. സൂര്യനെല്ലി കേസിലാണെങ്കിലും കവിയൂർ കിളിരൂർ കേസിനെ ഒരു ഇഷ്യൂ ആയിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ തന്നെ അദ്ദേഹത്തിനുള്ള പങ്ക് വളരെ നിർണായകമാണ്. ഇതോടൊപ്പം തന്നെ ആദിവാസികളെ, കാടിനെ, പരിസ്ഥിതിയെ അഡ്രസ്സ് ചെയ്യുന്നതും
അദ്ദേഹത്തിന്റെ ഒരു ഭാവുകത്വപരമായിട്ടുള്ള ഒരു ഏറ്റവും പുതിയ പോസ്റ്റ് മോഡേൺ ഭാവുകത്വവുമായി ഇണങ്ങി ചേർന്ന് നിൽക്കുന്ന ഒരു ഘടകമായിരുന്നു. നമ്മൾ കാണുന്നത് 80കളിലുള്ള ഒരു വൃദ്ധൻ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാവുന്ന, ഇപ്പൊ തന്തവൈബും തള്ളവൈബും ഒക്കെ നമ്മൾ ചർച്ചയാക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ തന്തവൈബിനും അപ്പുറമുള്ള പരതന്ത വൈബിലേക്ക് എത്തിയിട്ടുള്ള 80കളിൽ എത്തിയിട്ടുള്ള ഒരാള് മുണ്ടുമടക്കി കുത്തി, മുണ്ടിന്റെ ഒരു കോന്തല പിടിച്ചുകൊണ്ടോ മുണ്ടുമടക്കി കുത്തിക്കൊണ്ടോ മതികെട്ടാൻ മല കയറിപ്പോകുന്ന ഒരു കാഴ്ച മലയാളി കണ്ടതാണ്. അതേപോലെ തന്നെ മുന്നാറിൽ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി ആയ ശേഷം മുന്നാറിൽ അദ്ദേഹം 3 പൂച്ചകളുടെ സഹായത്തോടുകൂടി ആ ബിൽഡിങ്ങുകൾ ഇടിച്ച് നിരപ്പാക്കാൻ, അത് ആ ദൗത്യം വിജയിച്ചുവോ ഇല്ലയോ എന്നുള്ളതല്ല, അങ്ങനെ ഒരു ദൗത്യം സാധ്യമാക്കി എന്നുള്ളതാണ്. പൂയംകുട്ടിയില്, അതുപോലെ കൂടംകുളത്ത്, ഇതുപോലെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളിലൊക്കെ തന്നെ ഇദ്ദേഹത്തിന്റെ ഭൗതികമായിട്ടുള്ള സാന്നിധ്യം നമ്മൾ കാണുകയാണ്. അദ്ദേഹം അവിടെ എത്തിച്ചേരുകയാണ്, അവിടെയുള്ള പ്രശ്നത്തെ നേരിട്ട് എത്തിയിട്ട് അഡ്രസ്സ് ചെയ്യാണ്. മുത്തങ്ങ സമരം നടന്ന സമയത്ത് മുത്തങ്ങയിൽ വെടിവെപ്പ് നടന്നപ്പോ പെട്ടെന്ന് ഒരു വലിയ സൈലൻസിലേക്കാണ് കേരളം പോയത്. ആ സൈലൻസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുഴുവൻ മുത്തങ്ങയിലേക്ക് നയിക്കുന്നതിൽ വലിയൊരു റോള് വഹിച്ച ആളാണ് വി.എസ്. അച്യുതാനന്ദൻ. അപ്പോൾ അങ്ങനെ പുതിയ കാലഘട്ടത്തിലെ പുതിയ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിനുള്ള ഒരു സെൻസിബിലിറ്റി രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള 2ാം ഘട്ടത്തിലെ വി.എസ്. അച്യുതാനന്ദനെയാണ് നമ്മൾ ഈ വിധത്തിൽ യാത്രയാക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.